നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാതിക്ക ഉയരങ്ങളിലേക്ക്, തകർന്നടിഞ്ഞു കൊപ്ര. ബക്രീദ് അടുത്തതോടെ ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് കൂടുതൽ അന്വേഷണങ്ങൾ എത്തി. കുരുമുളകും ജാതിക്കയും ഏലക്കയുമെല്ലാം അവർ പതിവിലും അധികം ശേഖരിക്കുന്നുണ്ട്. ഒട്ടുമുക്ക ഉൽപ്പന്നങ്ങൾക്കും ഇത് ഓഫ് സീസൺ കാലയളവ് ആയതിനാൽ ഉൽപ്പാദന മേഖലകളിൽ നിന്നുള്ള വരവ് കുറവാണ്. കാലാവസ്ഥ മാറ്റങ്ങൾ നിമിത്തം വിവിധ ഉൽപ്പന്നങ്ങളുടെ വിളവ് ചുരുങ്ങിയതിനാൽ ഉയർന്ന വില ഉറപ്പുവരുത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. നിരക്ക് ഉയർത്താതെ ചരക്ക് ലഭിക്കില്ലെന്ന് വ്യക്തമായതോടെ അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളക് വില ഇന്ന് ഉയർത്തി. 2 ദിവസമായി മുളക് വില സ്റ്റഡിയായി നീങ്ങിയതിനാൽ കാർഷിക മേഖല തിരക്കിട്ടുള്ള വിൽപ്പനയിൽ നിന്നും വിട്ടുനിന്നിരുന്നു. അൺഗാർബിൾഡ് മുളക് കിലോ 699 രൂപയായി ഉയർന്നു. കറി മസാല നിർമ്മാതാക്കൾ ജാതിക്കയിൽ താൽപ്പര്യം കാണിച്ചു. പെരുന്നാൾ വേളയിലെ വർദ്ധിച്ച ഡിമാൻഡ് മുന്നിൽ കണ്ട് അറബ് രാജ്യങ്ങളിലേക്ക് നേരത്തെ ജാതിക്ക ഉയർന്ന അളവിൽ കയറ്റിപ്പോയി. രാജ്യാന്തര വിപണിയിൽ മികച്ച ഇനങ്ങളുടെ ലഭ്യത ചുരുങ്ങിയത് വിദേശ വാങ്ങലുകാരെ ആകർഷിച്ചു. കൊച്ചിയിൽ ജാതിക്ക തൊണ്ടൻ കിലോ 300 രൂപയിലും ജാതി പരിപ്പിന് 620 രൂപയിലുമാണ്. പച്ചത്തേങ്ങയും കൊപ്രയും സംഭരിക്കുന്നതിൽ തമിഴ്നാട്ടിലെ മില്ലുകാർ കാണിച്ച തണുപ്പൻ മനോഭാവം വിലയെ ബാധിച്ചു. കാങ്കയത്ത് കൊപ്ര വില 13,600 രൂപയായി താഴ്ന്നതോടെ കൊച്ചിയിൽ വെളിച്ചെണ്ണ കൊപ്ര വിലകൾ കിൻഡലിന് 100 രൂപ വീതം കുറഞ്ഞു. പ്രാദേശിക മാർക്കറ്റുകളിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് മങ്ങിയത് മുന്നേറ്റത്തിന് തടസ്സമായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.